ശ്രീ പത്മനാഭൻ, ഒരു രാജ്യം ഒരു നിയമം, അതിന് UCC എത്രത്തോളം നിർണായകമാകുന്നു? കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയാണ് അത് നടപ്പിലാക്കുക എന്നുള്ളത്. അതിന്റെ വിമർശന സ്വരങ്ങളോടും എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കും. 2, കാശ്മീരിന്റെ പ്രത്യേക പദവി, അതായത് 370-ാം വകുപ്പ് എടുത്തു കളയും. 3, രാജ്യത്തെ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരും. ഇങ്ങനെ കാര്യങ്ങളാണ് BJP ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ. അതിൽ 2 ഏതാണ്ട് വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അതിന്റെ ഗുണം കാശ്മീരിൽ കാണുന്നുണ്ട്. പിന്നെ ഇന്ന് രാമനവമിയാണ്. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാംലല്ല വിഗ്രഹത്തിൽ തിരുത്തിയിൽ സൂര്യരശ്മികൾ ദിവസമാണ്. അപ്പോൾ അതും പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനിയിപ്പോ ഉള്ളത് ഈ ഏകീകൃത സിവിൽ നിയമം രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് 23-ാം ലോ കമ്മീഷൻ അതിന്റെ അഭിപ്രായ സ്വരൂപണം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഗോവയിൽ വളരെ മുമ്പ് തന്നെ ഏകീകൃത സിവിൽ നിയമം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഉത്തരാഖണ്ഡിൽ അത് നടപ്പിലാക്കി. ഞാൻ മനസ്സിലാക്കുന്നത് അധികം താമസിയാതെ തന്നെ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വ്യക്തി നിയമങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനോ വേണ്ടിയുള്ളതല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും 44 ആർട്ടിക്കിളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ മുമ്പാകെ ഉള്ള ഡ്യൂട്ടികളിൽ ഒന്നായി ഈ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ അതിവിടെ കൊണ്ടുവരണം. ഒരു പരിഷ്കൃത സമൂഹത്തിൽ എല്ലാ മനുഷ്യന്മാർക്കും സിവിൽ നിയമം ഒന്നായിരിക്കണം. അങ്ങനെയാണ് അമേരിക്ക പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള പരിഷ്കൃതമായിട്ടും അതോടൊപ്പം നല്ല പുരോഗതി നേടിയ രാജ്യങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതിൻ്റെതായ ഗുണം ആ രാജ്യങ്ങൾക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. കാരണം പറയാം, ഇപ്പൊ പെൺകുട്ടികൾക്ക് പിതാവിന്റെ സ്വത്തിൽ തുല്യാവകാശമില്ല. അതുപോലെ തന്നെ പുരുഷന് 1-ലധികം ഭാര്യമാരാവാം. ഇതൊക്കെ വളരെ പ്രാകൃതമായ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ചില നടപടികളാണ്. അതോടൊപ്പം ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കെ ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമത്തിൽ ഒരു വളരെ നല്ല രീതിയിലുള്ള ഭേദഗതി കൊണ്ടുവന്നു. അതായത് ഭാര്യയും കുട്ടികളും അമ്മയുമുള്ള ഒരു ഹിന്ദു പുരുഷൻ മരിച്ചാൽ നേരത്തെ അദ്ദേഹത്തിന്റെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും കൂടി അത് ഭാഗം പോകുമായിരുന്നു. ഇപ്പോൾ അത് അമ്മയുടെ കാലശേഷം അത് തിരിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും വരുന്ന രീതിയിൽ അതിലൊരു ഭേദഗതി കൊണ്ടുവന്നു. അത് വളരെ നല്ല ഒരു ഭേദഗതിയാണ്. അപ്പൊ ഈ രീതിയിൽ ഹിന്ദു വിഭാഗങ്ങളുടെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും ഒക്കെ പിന്തുടർച്ച അവകാശ നിയമത്തിലും വിവാഹ നിയമത്തിലുമൊക്കെ കാലാനുസൃതമായ മാറ്റം, ഒരു പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമായ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അത് എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു ഏകീകൃത സിവിൽ നിയമം വരുന്നതോടുകൂടി നമ്മളൊരു ഏകീകൃതമായ ഒരു രാഷ്ട്രവും ഏകീകൃതമായ ഒരു സമൂഹവുമായി മാറും. അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നാണ്, എല്ലാവരും ഒരേപോലെയാണ്, ഒരു നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ് എന്ന് നമ്മളുടെ ആ ബോധ്യം ഒരു വലിയ ബോധ്യമാണത്. അപ്പം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് അത് അടുത്ത് തന്നെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.